നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആലപിക്കുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കാവ്യത്തിലെ കുചേലഗതി എന്ന ഭാഗമാണ്. നമുക്ക് ആ ഭാഗത്തിലോട്ട് കടക്കാം. കാർവർണ്ണനേറ്റവും കാരുണ്യം പൂരിച്ചുള്ള അരണനുണ്ടായി പാരിടത്തിൽ. ശൈശവമേശുന്ന കാലത്തു പണ്ടുപോയി ദേശികൻ ചാരത്തുമേവുമന്നാൾ. തങ്ങളിലൊന്നിച്ചു വിദ്യകൾ കേൾക്കയാൽ ചങ്ങാതിയായുള്ളു പണ്ടു പണ്ടേ. നിത്യങ്ങളായുള്ള കർമ്മങ്ങളെല്ലാമേ കൃത്യമായി ചെയ്തു തെളിഞ്ഞു നിൽപ്പോൻ. ശാന്തയായുള്ളൊരു കാന്തയും താനുമായി താന്തനായി നീളെ നടന്നു മേന്മേൽ. പാരിച്ചു നിന്നൊരു ദാരിദ്ര്യം പൂണ്ടിട്ടു യാചിച്ചു പോരുവോം പാരിലെങ്ങും. കുൽസിതമായൊരു ചേലയും പൂണ്ടെങ്ങും നിൽക്കയാലെന്നതേ പേരുമായി. ശാശ്വതനായുള്ളൊരീശ്വരൻ തന്നെയും ആശ്രയിച്ചങ്ങവൻ നിന്ന കാലം. ക്ഷുത്തുകൊണ്ടേറ്റവും ദീനമായുള്ളൊരു ചിത്തവും പൂണ്ടു നിന്നൊരു നാൾ. ആര്യയായുള്ളൊരു ഭാര്യ താൻ ചെന്നു നിന്നാര്യനായുള്ളവനോടു ചൊന്നാൾ. ഓദനം കാണാതെയൊട്ടു നാളുണ്ടല്ലോ, വേദന മാറാതെ മേവുന്നു നാം. ഓദനം തന്നോനെ കണ്ടതുമില്ലെങ്ങും വേദന ചിന്തിക്കിൽ മേലിലത്രേ. ആവതുമില്ലേതും പാതിയായി മേനിയും നാവും മയങ്ങുന്നു നാളിൽ നാളിൽ. യാചിപ്പാൻ പോവാനോ ചേലയും ചെമ്മല്ല ഗേഹത്തിൽ മേവുവാം പയ്യുമുണ്ടേ. ചെന്താരിൽ മാതോടു ചേരുന്ന കാർവർണ്ണൻ ബന്ധുവന്നല്ലയോ ചൊല്ലിപ്പോരൂ. ദ്വാരകയാകിന പൂരിലും ചെന്നിന്നു പാരാതെ കണ്ടാകിൽ നന്നായിതും. ക്ഷുത്തുകൊണ്ടുണ്ടാകുന്ന തലയിന്നവൻ ചിത്തത്തിലാക്കുകയെന്തു ചേതം. ഏറ്റു നിന്നിടുകിലാണ ചൊല്ലാമല്ലോ, ഏറ്റില്ല എങ്കിൽ ചെന്നമ്പെടുക്കാം. നമ്മുടെ വാഞ്ചിതം നന്നായി നിന്നവൻ നൽകി നിന്നിടുവാൻ പോരുമല്ലോ. കാരുണ്യമില്ല എന്നല്ലിയിരിക്കുന്നു കാരുണ്യവാരിധി എന്നു കേൾപ്പൂ. വാരുറ്റുമേവുമദ്വാരക തന്നിലെ പാരാതെ ചൊല്ലുക എന്നേ വേണ്ടൂ. ആര്യയായുള്ളൊരു ഭാര്യ താനിങ്ങനെ കാര്യമായുള്ളതു ചൊന്ന നേരം. സന്തുഷ്ടനായവൻ ചൊല്ലി നിന്നിടിനാൻ ചിന്തിച്ചു നിന്നു നുറുങ്ങുന്നേരം. കുചേലഗതി
എന്ന ഭാഗം നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.